ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഇതൊരു 3 വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ഉടുപ്പാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ചുരിദാർ ഉപയോഗിച്ചിട്ടാണ് ഈ ഉടുപ്പ് തയ്ക്കുന്നത്. ഇതൊരു പഴയ ചുരിദാറാണ്. അത് നമ്മൾ ഒരു ഉടുപ്പാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഫ്രണ്ട് പോർഷനാണ് മടക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈൻ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ മുകളിലത്തെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, ഈ സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് ഇനി ലെവൽ ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ തുണി ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട്. ഈ അളവിലാണ് നമ്മൾ ഉടുപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വെച്ചൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത ബോഡി പാർട്ട് കിട്ടും. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ മുകളിലത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി, ഏകദേശം ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ ഇങ്ങനെ ആ മുകളിലത്തെ ആ ബട്ടൺസൊക്കെ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ള ആ ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 4 ഭാഗം വരും. മുകളിലത്തെ 2 ഭാഗം, പിന്നെ താഴെ 2 അപ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വണ്ണം എടുത്തിരിക്കുന്നത് 8. അപ്പം മുകളിലത്തെ ഭാഗം ലെവലായിട്ടല്ല ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് കത്രിക കൊണ്ട് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് മെഷർമെൻ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഷോൾഡർ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കഴുത്തിറക്കം എടുക്കുന്നത് 3 ഇഞ്ച്. ആ 3 ഇഞ്ച് വരച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കഴുത്ത് അകലം എടുക്കുന്നത് 2 ഇഞ്ചാണ്. അതും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു എൽ ഷേപ്പ് കിട്ടും. നെക്ക് ഞാൻ വെക്കുന്നത് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് ഇതിൽ വേറൊന്നും ചെയ്യണ്ട. പിന്നെ കൈക്കുഴി എടുക്കുന്നത് 5 ഇഞ്ചാണ്. നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്ത 4 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളെടുത്ത അത്രയും തുണിയില്ലേ, അതിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പോഴും നമുക്കൊരു എൽ ഷേപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ കോർണറിൽ നിന്ന് ഇതുപോലെ ടേപ്പ് ചരിച്ച് വെച്ച് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണിയുടെ വണ്ണം നമ്മൾ പറഞ്ഞ പോലെ 8 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാർട്ടിൻ്റെ ഇറക്കം പറയാൻ ഞാൻ മറന്നുപോയി. ഇറക്കം എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള പോർഷനാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും പീസും ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും സ്ക്വയർ നെക്ക് തന്നെയാണ് വരുന്നത്. ബാക്കിൽ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി താഴത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. താഴത്തേക്ക് നമ്മൾ ഞൊറിയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ചുരിദാറിൽ നിന്ന് തന്നെയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളം എന്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെട്ടുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഇരിക്കും. ലെവലായിട്ട് കട്ട് ചെയ്യാനും പറ്റും. ഇനി ഇത് എന്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. ഇതൊരു 11 ഇഞ്ച് നീളമുണ്ട്. അപ്പം നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. 5.5 ഇഞ്ച് നീളം വരുന്ന 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പീസിൻ്റെ 2 സൈഡിലും ഇതുപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലും 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഒരുപോലെ തന്നെ ഇരിക്കും. കണ്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെവലായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്ത് നോക്കാം. കണ്ടോ, നിവർക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഞൊറിയിട്ട് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ആ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ബോഡി പാർട്ടില്ല, അതിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ 2 പീസുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഉടുപ്പിൻ്റെ താഴ്ഭാഗത്ത് നല്ലപോലെ ഞൊറിയിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അതാണ് 2 പീസ് വെച്ച് നല്ല തിക്കായിട്ട് ഞൊറിയിട്ട് തയ്ച്ചു കൊടുക്കുന്നത്. നല്ല വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞൊറിയിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബോഡി പാർട്ടില്ലേ, അത് ഇതുപോലെ ഒരു തുണിയുടെ മുകളിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഒരു ചെറിയ 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മിച്ചം വരുന്ന ആ ലൈനിങ് പീസില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അത് ഒന്ന് നല്ലപോലെ കൈകൊണ്ട് ഇതുപോലെ നഖം കൊണ്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ പറ്റയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പറ്റയെന്ന് പറഞ്ഞാൽ നല്ലപോലെ പറ്റയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നഖം കൊണ്ട് തേക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പറ്റയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കൈക്കുഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മിച്ചം വരുന്ന ആ ഭാഗമില്ല, ആ ലൈനിങ് പീസ്, അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ ബട്ടൺസ് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2ആയിട്ട് മാറിയില്ലേ, ഇതിലേക്ക് നമുക്ക് ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പീസ്, ഒരു 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഇതുപോലെ ആ ബട്ടൺ ഇരുന്ന ഭാഗത്തേക്ക്, ബട്ടൺ ഇരിക്കുന്നില്ല, ബട്ടൺ വെക്കാൻ പോകുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തുണി കൊണ്ടുവന്ന് മറിച്ച് അങ്ങോട്ടേക്ക് തന്നെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ബട്ടൺ വെക്കാനുള്ള ആ ഒരു പടിയില്ലേ, അത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബട്ടൺ ഹോൾ വേണമല്ലോ, ഹോൾ ഉണ്ടാക്കാനും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു പീസ് തുണി മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എടുക്കും. നമുക്ക് ബട്ടൺ വെക്കാനുള്ള പടിയും ബട്ടൺ ഹോൾ ഉണ്ടാക്കാനുള്ള പടിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവസാനം വെക്കാം. ആദ്യം ഒന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ചീത്ത വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഷോൾഡർ പെട്ടെന്ന് അഴിഞ്ഞു പോകാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴത്തേക്ക് നമുക്ക് ഞൊറിഞ്ഞിടണമല്ലോ, ആ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 2 പീസായിട്ടാണല്ലോ കട്ട് ചെയ്ത് കൊടുത്തത്, അത് രണ്ടും ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു പീസായിട്ട് കിട്ടും. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ ഞൊറിഞ്ഞെടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ ഞൊറിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ബോഡി പാർട്ടിലേക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാദ്യം മറിച്ചിട്ടിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ഉടുപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇപ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടെ താഴെ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ലെയറും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡും കൂടി കൂട്ടിയടിച്ചാൽ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ ഇതുപോലെ പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക. താങ്ക് യു.